കോൺഗ്രസ് വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ്, ഡോക്ടർ ഷമാ മുഹമ്മദ്. ഓക്കെ, ഡോക്ടർ ഷമാ മുഹമ്മദ് കുറെ നാളുകളായിട്ട് ഡൽഹിയിൽ കിടന്ന് വെള്ളം കോരുകയാണ്. അവര് പല ചർച്ചകളിലും ഒക്കെ ആയിട്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെയധികം പാളിപ്പോയിട്ടുണ്ട്. എന്നിരിക്കെ പോലും വളരെ ശക്തമായിട്ട് കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്ന ഒരു നേതാവ് കൂടിയാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ഷമയെ നമ്മള് കേരളത്തിലെ ലോക്കൽ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിൽ കാണുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു പോകണം. അതെ, അങ്ങനെയുണ്ട്. അപ്പോ ഈ കഴിഞ്ഞ ഇടക്കാണ് ഷമാ മുഹമ്മദ് പറഞ്ഞത് കോൺഗ്രസിൽ വേണ്ട രീതിയിൽ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനുശേഷം ഇപ്പോ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ്യസഭാ MP സ്ഥാനം ഉണ്ടല്ലോ, അതിലേക്ക് ലിസ്റ്റ് വരുന്നു. ആ ലിസ്റ്റ് വരുന്നതിൽ പോലും ഷമാ മുഹമ്മദിന്റെ പേരില്ല. ഞാൻ പറയട്ടെ പ്രജിത, ഇപ്പോ ഷമ പറഞ്ഞത് കേരള അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തീർച്ചയായും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ത്രീമുഖം കോൺഗ്രസിന്റെ ഷമ തന്നെയായിരുന്നു. കാരണം അവർ ധാരാളം സമരങ്ങളിൽ, ഇവൻ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് കവചിത വാഹനത്തിന്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങളുടെ നേതാവ്, ഒരു പ്രത്യേകതരം മലയാളത്തിലാണ്, ഇംഗ്ലീഷൊക്കെ കൂടെ ഇന്ത്യയൊക്കെ കിടന്നതിലാണ് അദ്ദേഹം അവർ സംസാരിക്കുക. അതിന് ഭയങ്കര ആവേശഭരിതയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസ് ജീപ്പല്ല, ആ കവചിത വാഹനത്തിന്റെ ഉള്ളില് ഇരിക്കുന്ന ക്ഷമയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചു, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കള്ളത്തരത്തിലെടുത്ത ഡോക്ടറേറ്റ് അല്ല നമ്മളുടെ ചിന്താ ജെറോമിന്റെ പോലത്തെ ഡോക്ടറേറ്റ് ഒന്നും അല്ല. അപ്പോ ഇവർക്കൊരു സീറ്റ് ഉണ്ടാവുമെന്ന് എല്ലാ മലയാളികളും, ആഹാരം കഴിക്കുന്ന കോൺഗ്രസ്, അരിയാഹാരം കഴിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വിചാരിച്ചു. പക്ഷെ ലിസ്റ്റ് വന്നപ്പോൾ അവരുടെ പേരിൽ നൈസായിട്ട് അവർ ഒതുക്കി. ഇപ്പോ KC വേണുഗോപാൽ ഒപ്പിട്ട് ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. 7 പേരെയാണ് രാജ്യസഭയിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾ, കർണാടക, തമിഴ്നാട്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ജയിക്കാൻ പറ്റുന്ന, കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന മല്ലികാർജുൻ ഖർഗെയൊക്കെ ഉണ്ട്, മീനാക്ഷി മാഡം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചില്ല, ക്ഷമയുടെ പേര് പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു അസംബ്ലിയിലേക്ക് പോലും സീറ്റ് ജയിക്കുമോ എന്നറിയില്ല, മത്സരിക്കണം. അതിൽ സീറ്റ് കിട്ടാത്തൊരു വ്യക്തിക്ക് എന്തായാലും രാജ്യസഭയിലേക്ക് മത്സരിക്കാണ്ട് ജയിക്കുന്നൊരു സ്ഥാനമാണ്, അത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം KC വേണുഗോപാലിനെയാണ് പരോക്ഷമായി ക്ഷമ കുറ്റപ്പെടുത്തിയത്. സീറ്റ് കിട്ടാതിരിക്കുന്ന അവസരത്തിൽ കുറ്റപ്പെടുത്തിയത് KC വേണുഗോപാലിനെയാണ്. അതിന്റെ അർത്ഥം അവരുടെ ഗുഡ് ബുക്സിൽ, KC വേണുഗോപാലിന്റെ ഗുഡ് ബുക്സിൽ ക്ഷമയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നൊരു രാവിലെ വീഡിയോ വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. KC വേണുഗോപാൽ പ്രതിനിധീകരിക്കുന്ന ആലപ്പുഴ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആൾക്കാര് പൊട്ടിക്കരയാണ്. KC വേണുഗോപാൽ ഞങ്ങളെ രക്ഷിക്കൂ, വെള്ളം കയറുന്നു, നിങ്ങൾ ഞങ്ങളുടെ MP അല്ലേ, ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ, എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറ്റൂ എന്ന് പറഞ്ഞ് പൊട്ടി കരയുന്നത് വൃദ്ധരായ മനുഷ്യരാണ് കരയുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും നോക്കാൻ സമയമില്ല. അദ്ദേഹം രാജ്യം മുഴുവൻ ഭരിച്ചു നടക്കുകയാണ്. ഹെലികോപ്റ്ററുകളിൽ പറന്നിറങ്ങുന്നു, ഓരോ മന്ത്രിമാരെ അദ്ദേഹം അവരോധിക്കുന്നു. ഇപ്പോൾ DK ശിവകുമാറിനെ കർണാടകയിൽ യാതൊരു പ്രശ്നവുമില്ലാണ്ട് അദ്ദേഹം അവരോധിച്ചു. അതിൽ തന്നെ ഒരു മന്ത്രി രാജിവെച്ചു എന്നാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന്. ഇതൊക്കെ നോക്കി പറന്ന് നടക്കുന്നതിനിടയിൽ പാവപ്പെട്ട ആലപ്പുഴക്കാരെ നോക്കുവാൻ എവിടെ അദ്ദേഹത്തിന് സമയം? ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സത്യസന്ധമായി രാജിവെക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുന്നു, ആ സ്റ്റേറ്റിലേക്ക് ഒരു ബൈ ഇലക്ഷൻ വന്നപ്പോൾ ക്ഷമയെ നിർത്തട്ടേന്നേ, അവര് ജയിച്ച് എലക്റ്റഡ് ആയിട്ട് പോട്ടെ. എന്തായാലും അവിടെ കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്, ഒരു ചാൻസ് കൊടുക്കൂ. അദ്ദേഹം ലോകം ഭരിക്കുന്നതിനിടയ്ക്ക് എന്തിനാണ് ഇവിടെ വന്ന് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഇത്രയും 36 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലൊക്കെ പോകുന്നതിനിടയ്ക്ക് ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു ആലപ്പുഴ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിനെ നോക്കുവാൻ അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ്. ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന് ഇതൊന്നും ഒരു കാര്യമേ അല്ല. കാരണം VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഒരു സ്ഥാനത്തിന് വേണ്ടി പോയി അവിടെ ഡൽഹിയിൽ പാടുകിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കിനും ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഓർഗനൈസിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ്, ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അദ്ദേഹവും. അപ്പൊ ഷമാ മുഹമ്മദിനെ പോലെ സീറ്റ് ആവശ്യമുള്ളവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക വാദ്രയോടും ഒക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു സ്ഥാനം അതിലേക്ക് ആക്കുക. അത് തന്നെ ഇഷ്ടംപോലെ ജോലികളുണ്ടല്ലോ. അതല്ല, അദ്ദേഹം അങ്ങനെ മാം പറഞ്ഞതുപോലെ രാജിവെച്ചൊക്കെ മാറിക്കൊടുക്കുമോ? അങ്ങനെ മാറിക്കൊടുക്കൂലേ, നമുക്ക് ആഗ്രഹിക്കാലോ.
അതെ, അങ്ങനെ ചെയ്യാം. ആ. പക്ഷേ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന സ്ത്രീ നേതാവിനെ, വനിതാ നേതാവിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനൊന്നും കഴിയില്ല. ഇവർ എത്രയൊക്കെ പറയുമ്പോഴും, കാരണം ജനം കാണുന്നുണ്ടല്ലോ. ഇവര് കാണുന്നുണ്ടാവില്ല, പക്ഷെ ജനം കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ക്ഷമയെ മാറ്റി നിർത്തും? എന്നാൽ ക്ഷമ വളരെ കൃത്യമായി, വളരെ ക്ഷമയോടുകൂടി പാർട്ടിയുടെ എല്ലാ ക്ഷമ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോ ക്ഷമയോടുകൂടി തന്നെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നീട് വരികയും ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു മാറി നിൽക്കലോ അങ്ങനെയൊന്നുമില്ല. അതെ, അവർ പറയാനുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നേതാവിനെ ഇവർ മാറ്റി നിർത്തുക? ചില താല്പര്യ കക്ഷികളെ മാത്രമാണോ? ഏത് പാർട്ടിയിലാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും വനിതകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ പിടിച്ചു വലിച്ച് താഴേക്കിടാൻ വനിതകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ എപ്പോഴും പറയും CPM-ൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല, കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടും, അവരുണ്ടായില്ല. പോട്ടെ, ഞാൻ വിചാരിച്ചു ഷാനിമോൾ ഉസ്മാനെ അവരൊരു മന്ത്രിയാക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതയായ മന്ത്രിയാകും ഷാനിമോൾ ഉസ്മാൻ എന്ന് ഞാൻ വിചാരിച്ചു, പ്രതീക്ഷിച്ചു. കാരണം അവർ വളരെ ഡിലിജന്റ് ആയ, വളരെ ആർജവമുള്ള ഒരു സ്ത്രീ ആണ് അവര്. അപ്പൊ അവർക്ക് അതിന് അർഹയായിരുന്നു. എന്നാ കൊടുത്തു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. അതിനു മുമ്പും വരെ സ്ത്രീകൾ ഇരുന്നിട്ടുള്ള ഒരു പദവി തന്നെയാണ്. അപ്പൊ ഇവർക്ക് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് സ്ത്രീകൾ കയറി ചെല്ലുവാനായിട്ട് ഏത് കക്ഷിയാണെങ്കിലും, UDF ഏത് കക്ഷി എന്ന് പറയുമ്പോൾ ഞാൻ NDA കുറിച്ചേ അല്ല പറയുന്നത്. NDA ഒരു സെപ്പറേറ്റ് ആണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ്. LDF-ഉം UDF-ഉം ചേർന്ന മുന്നണിയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ എവിടെ വന്നാലും ഇവര് തടവയ്ക്കും. സ്ത്രീകൾക്ക് അർഹമായ യാതൊരു വകുപ്പുകളും കൊടുക്കുകയില്ല. അതായത് കുടുംബക്ഷേമം, കുട്ടികളുടെ ഇത്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വികസനം, അങ്ങനെ അല്ലാണ്ട് നല്ല നല്ല ആഭ്യന്തരം എന്താ സ്ത്രീകൾക്ക് നോക്കാൻ പറ്റില്ലേ? വീടിന് എന്ത് മനോഹരമായ സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടു. ആഭ്യന്തര കലഹങ്ങൾ ആദ്യം ഉണ്ടാകുന്നത് വീടുകളിലല്ലേ? അവരെന്ത് നന്നായിട്ട് അതിനെ മാനേജ് ചെയ്യുന്നു. അപ്പോ ഷമാ മുഹമ്മദ് വരികയാണെങ്കിൽ നല്ല പദവി അവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവർക്കറിയാം. ആദ്യമേ തന്നെ പിടിച്ചു വലിച്ച് നിലത്തിട്ട പ്രശ്നമില്ലല്ലോ. സീറ്റ് കിട്ടിയില്ല എന്നൊരു കരച്ചിലോട് ആ വിളി അവസാനിച്ചു. MLA ആയിട്ട് ഇപ്പൊ ഈ കുത്തൊഴുക്കില്ല എന്തായാലും ക്ഷമയും ജയിച്ചു പോയേനെ. അപ്പൊ ജയിച്ചു വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു മുസ്ലിമാണ്. അപ്പൊ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണം. സ്പോക്സ് പേഴ്സൺ ആണ്. നല്ല ആർജവത്തോടെ കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഏത് സ്ഥാനം കൊടുക്കും? ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്താലും നമുക്ക് തെറ്റൊന്നും പറയാനില്ല. ആദ്യമേ തന്നെ ക്ഷമയെ ഒതുക്കി. അപ്പൊ ഇനി ക്ഷമയ്ക്ക് ചെയ്യാനുള്ളത് ഇരുന്ന് ആലോചിക്കുക. വീട്ടിലിരുന്ന് കൃത്യമായി ആലോചിക്കുക, ഇതിലെന്താണ് എൻ്റെ ഭാവി? ഈ പാർട്ടിയിൽ എനിക്ക് ഭാവിയുണ്ടോ? ഞാൻ വെറുതെ മുദ്രാവാക്യം വിളിച്ചും ഗണ്ഡിക്ക് വേണ്ടി ജയ് വിളിച്ചും ജണ്ടി അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല, ഗണ്ഡിക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും, എന്നെ അറസ്റ്റ് ചെയ്താലും ഗണ്ഡിക്ക് മുമ്പിൽ പ്രതിരോധം നിൽക്കുമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അതെ. ഇനി എന്താണ് മുന്നോട്ടുള്ള ഭാവി എന്നുള്ളത് ആലോചിച്ച് ഇരുണ്ടടഞ്ഞ ഭാവിയാണ് ക്ഷമയുടെ മുന്നിലുള്ളത്. കാരണം KC വേണുഗോപാലിന്റെ ഗുഡ് ബുക്സിൽ ഇപ്പോൾ അവരില്ല. KC വേണുഗോപാൽ പറഞ്ഞാൽ മാത്രമേ. ഇപ്പോൾ VD സതീശന്റെ കാര്യം ടോട്ടലി ഡിഫറെന്റ് ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാം. UDF-ലെ മറ്റ് ഘടകകക്ഷികൾ ശക്തമായ പ്രതിരോധം, അദ്ദേഹത്തിന് പ്രതിരോധ കവചം VD സതീശന് ചുറ്റും തീർത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹം ഇരിക്കുന്നത്. അത് എത്ര നാൾക്കാണെന്ന് അറിയുന്നില്ല. നമ്മൾ അറിയുന്നില്ല എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ 2.5 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് പുറത്ത് പറയാൻ പറ്റാത്തത് കാരണം ഉള്ളിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആവാം. യു ക്യാൻ ഓൾവേസ് ഫാൾ സിക്ക്. എനിക്ക് വയ്യ, ശാരീരികമായ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്തയാൾക്ക് കൊടുക്കുക. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന്റെ, ഒത്തുതീർപ്പ് തീരുമാനത്തിന്റെ ഫലമായിട്ടാണോ VD സതീശൻ വന്നിരിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും KC വേണുഗോപാലിന്റെ ബാഡ് ബുക്സ് വെക്കുന്നിടത്തോളം കാലം ഈ കോൺഗ്രസിലെ എല്ലാവരുടെയും തന്നെ ഭാവി ഇരുളടഞ്ഞത് തന്നെയാണ്. ക്ഷമ അത് മനസ്സിലാക്കിയാൽ ക്ഷമയ്ക്ക് നല്ലത്. അല്ലാണ്ട് ഓരോ ലിസ്റ്റ് വരുമ്പോഴും പ്രതീക്ഷയോടെ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കാനും അതിനെതിരെ പ്രതികരിക്കാനും, എനിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ, ഞാനും ഒരു സ്ത്രീയല്ലേ, ഞാനും പ്രവർത്തിച്ചതല്ലേ ഒന്നും പറയാൻ നിൽക്കണ്ട. കോൺഗ്രസിന്റെ ഭാവി ഇന്ത്യയിൽ ബിഗ് സീറോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഭാവിയുമില്ലാത്തൊരു പാർട്ടിയിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരുടെ കയ്യിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, അല്ലേ? ഇപ്പൊ പ്രിയങ്ക വദ്ര പോലും വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന അവസരത്തിൽ രാജീവ് ഗണ്ഡി വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നു, സോണിയ ഗണ്ഡി വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഷ്ടം തോന്നുമല്ലേ? എവിടേക്ക് എത്തി നമ്മളുടെ കോൺഗ്രസിന്റെ ഭാവി? ക്ഷമ, you are a very educated lady.
ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ള സ്ത്രീയാണ്, ആലോചിക്കും. ഈ കിട്ടുന്ന ഗ്യാപ്പിൽ കൃത്യമായി താങ്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കും.